ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൺസിൻ്റെ ഒരു ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ഞാൻ നേരത്തെ മുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ. അത് നോൺ ഓയിലിയാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് വെക്കാനും നല്ല സോഫ്റ്റായിട്ട് വെക്കാനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൽ വൈറ്റമിൻ ഇയും ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ടോട്ടലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ അക്വലോജിക്കയുടെ ഒരു D10 സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ചെറി ടൊമാറ്റോയും ഹൈലറോണിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ SPF 50 ഉണ്ട്, പിന്നെ PA++ ഉണ്ട്. ഇത് UVBയിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകും, ബ്ലൂ ലൈറ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 499 ആട്ടോ. ഞാനിത് പർപ്പിളിൽ നിന്നാണ് കൂടുതലും വാങ്ങാറ്. ഇപ്പോൾ ഇവിടെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫേസിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം സൺസ്ക്രീന്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻജോയിൻ്ററിൻ്റെ റൊമാൻറ്റിക് എന്ന് പറയുന്നൊരു ഫ്ലേവർ ആട്ടോ. നല്ല സ്മെല്ലാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ടാൽക്കം പൗഡറാണ്. നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചെൻ്റെ ട്രിസ്സിലൊക്കെ ആയിട്ടോ, കുഴപ്പമില്ല. ഫേസിൽ നന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിപ് ബാം ആട്ടോ. ക്യാൻഡി മെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലമ്മിൻ്റെ ഒരു ലിപ് ബാം ആട്ടോ. ഇത് ടിൻറ്റഡ് ലിപ് ബാമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐലൈനറൊക്കെ എടുത്ത് നോക്കി, ഐലൈനർ എഴുതാമെന്ന് ഓർത്താൽ പിന്നെ ഞാൻ അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഇത് പ്ലമ്മിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇതിപ്പോൾ തീരാറായി, കുറേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്കത് കുറച്ചെടുത്തിട്ട് കണ്ണിൽ ഐ ഷാഡോ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പ്രോഡക്റ്റും കൊണ്ട് തന്നെ 4 അതായത് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യും, സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യും. നമ്മുടെ ചീക്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചീക്കിൽ, നോസിൽ, താടിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നല്ല മഴയാട്ടോ, അതാണ് വോയിസ് എന്തെങ്കിലും ക്ലിയർ ആകാത്തത് ശരിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ. നമുക്കിനി ഐലൈനർ എഴുതി കൊടുക്കാം. എനിക്ക് ക്യാമറയിൽ നോക്കി എഴുതിയിട്ട് അങ്ങ് സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല, അപ്പം ഞാൻ കണ്ണാടി പോയി നോക്കി എഴുതിയിട്ട് വരാം. അപ്പം നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ. ഒരു ഇതൊക്കെ ആയി കണ്ണെഴുതിയത്. നമുക്കിനി മസ്കാര ഇട്ട് കൊടുക്കാം. ഇതും പ്ലമ്മിൻ്റെ തന്നെ ഒരു മസ്കാരയാണ്. നല്ല വോളിമൈസ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസ്കാര കേട്ടോ. അതിൻ്റെ അടപ്പൊക്കെ ഊരി വന്നു. അപ്പം നമുക്ക് മസ്കാരയൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ണിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ണ് നല്ല വോളിമൈസ് ആയിട്ട് തോന്നിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ആ പ്ലമ്മിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആട്ടോ, അത് തന്നെയാണ്. ഇത് കുറച്ചിട്ട് എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ എന്തോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഒന്നും ഞാൻ എൻ്റെ തലയിൽ തേച്ചത് കേട്ടോ. അത് പിന്നെ അത് വെച്ച് തന്നെ സിന്ദൂരം തൊട്ട് കൊടുക്കാമെന്ന് വെച്ചു, ഒരു സ്റ്റിക്ക് പോലെ വരച്ച്. നമുക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. ഏകദേശം കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹെയർ ചുമ്മാ ഒന്ന് ഏരിയെന്ന് ഒരു ക്ലിപ്പിട്ട് കുത്തി വെക്കുന്നു. അപ്പം ഹെയറൊക്കെ കെട്ടി നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചെടയൊക്കെ വിടർത്തി സെറ്റാക്കി കുറച്ച് മുടി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു കുറി തൊട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് സിന്ദൂരം കൂടെ ആയേക്കാം. അപ്പം നമുക്ക് കുറച്ച് സിന്ദൂരം കൂടെ തൊട്ട് കൊടുക്കാം. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഏകദേശം ഒന്ന് ശരിയായി. ഇതാണിപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് അപ്പം ഞാൻ കാണിച്ചു തരാം ശരിക്കും ക്ലിയർ ആയിട്ട്. ഡ്രസ്സിൽ എൻ്റെ പൗഡർ പറ്റിയതാട്ടോ, ഇനി തൂക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ബൈ, ടാറ്റാ.